ഹലോ ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു മാജിക് ഒരിയൻ. മാജിക് ഒനിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പതിവ് പോലെ വ്യത്യസ്തമായ ഒരു റെസിപ്പി ആയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ വിഭവം എന്ന് പറയുന്നത് തക്കാളി ചോറ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വിഭവമാണ് തക്കാളി ചോറ്. അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ റെഡിയാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഈ തക്കാളി ചോറ്. അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ തക്കാളി ചോറിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ എടുത്തേക്കുന്നത് ഒരു വലിയ സവാളയാണ്, നല്ലവണ്ണം തിന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളക്, ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ മല്ലിയില, പുതിനയിലയൊക്കെ ചേർക്കുന്നുണ്ട്. നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചിട്ട് നമുക്കിവിടെ ഉണ്ടാക്കാം. നമ്മളിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. നെയ്യുടെ ടേസ്റ്റ് കുറച്ചുകൂടി ഇഷ്ടമുള്ളവർക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ചേർക്കാവുന്നതാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് ഇനിയും നെയ്യും ആ ഓയിലും കൂടെ നല്ലോണം ഒന്ന് മിക്സായിട്ട് നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. കശുവണ്ടിയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. നമ്മളിന്ന് ഇവിടെ തക്കാളി ചോറിന് വേണ്ടി എടുത്തേക്കുന്നത് ബസുമതി റൈസാണ്. കൂടുതലും നല്ലത് ജീരകശാല റൈസ് ആയിരിക്കും. കുറച്ചുകൂടി നമ്മൾ കൂടുതലും കണ്ടേക്കുന്നത് ആ ഒരു റൈസ് ആയിരിക്കും. ഈ ബസുമതി റൈസ് വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്, നല്ല ടേസ്റ്റി തന്നെയാണ്. ഇനി കശുവണ്ടി ഒത്തിരി ഫ്രൈ ആവാനൊന്നും നിൽക്കേണ്ട, ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പെരിഞ്ചീരകം, ഇത്രയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് മസാലക്കൂട്ട് ചേർത്തേക്കുന്നത് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ, പെരിഞ്ചീരകം, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ എല്ലാം കൂടെ നല്ലോണം ഒന്ന് ആ എണ്ണയിലും നെയ്യിലും കിടന്ന് മൊരിഞ്ഞു വരട്ടെ. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് അതിലേക്ക് ചേർക്കാം. നല്ലോണം തിന്നായിട്ടാണ് സവാള അരിഞ്ഞെടുത്തേക്കുന്നത്. ഒത്തിരി കട്ടിയായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വാടി വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ എടുത്തേക്കുന്ന ഒരു വലിയ സവാളയാണ്. സവാളയുടെ എമൗണ്ടൊക്കെ കൂടുതലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റി തന്നെ ആയിരിക്കും. നല്ലോണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ചതച്ചെടുത്തിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ചതച്ചെടുത്തിരിക്കുന്ന ചെറുള്ളി, അത്രയും ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു മീഡിയം സൈസുള്ള മുളകാണ് എടുത്തേക്കുന്നത്. 3 പച്ചമുളകാണ് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്തേക്കുന്നത്. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് ആ സവാള പെട്ടെന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ചേർത്തേക്കുന്നത്, ബാക്കി ഉപ്പ് പിന്നീട് ചേർക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ സവാളയൊക്കെ വഴറ്റിയെടുക്കാനായിട്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ തക്കാളി ചോറിന് ആവശ്യമുള്ള വെള്ളം നമുക്ക് വേറൊരു സ്റ്റവിലേക്ക് വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്ന 3 ഗ്ലാസ് റൈസാണ്. അപ്പോൾ 3 ഗ്ലാസ്സിന് 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെച്ചിട്ട് 6 ഗ്ലാസ് വെള്ളം ജസ്റ്റ് ചൂടാവാനായിട്ട് വേറൊരു സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി മുളക് ചേർത്തതാണ്. അപ്പോൾ ഇവിടെ മുളക് പൊടി ആവശ്യത്തിന് ചേർത്താൽ മതി. നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കളറിന് ആവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഒത്തിരി കളർ വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് മഞ്ഞൾപ്പൊടിയുടെ അളവ് മാറ്റം വരുത്താം. നമ്മുടെ സാധാരണ ഒരു മുളക് പൊടി ഒരു 1/4 ടീസ്പൂണും, കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂണും, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണും ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ പൊടികളുടെയൊക്കെ പച്ചക്കുത്ത് പോകാവുന്ന രീതിക്ക് നല്ലോണം ആ എണ്ണയിലും നെയ്യിലും ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ സവാളയിൽ ആ പൊടികളെല്ലാം കൂടെ നല്ലോണം മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ചേർത്തേക്കുന്ന പൊടികൾ കാശ്മീരി പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, സാധാരണ മുളക് പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് പൊടികൾ നമ്മൾ എടുത്തേക്കുന്നത്. ഇനി നന്നായിട്ട് അതൊന്ന് എണ്ണയിലിട്ട് മൊരിയിച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് തക്കാളി നല്ലോണം പേസ്റ്റ് ആക്കി എടുക്കാം. നമ്മളിവിടെ എടുത്തേക്കുന്നത്
3 വലിയ തക്കാളിയാണ്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം പേസ്റ്റാക്കി എടുത്തേക്കുന്നതാണ്. വെള്ളമൊന്നും ഒട്ടും ചേർത്തിട്ടില്ല. നല്ലോണം ആ തക്കാളി പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി തക്കാളി പേസ്റ്റാക്കി എടുത്തത് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ തക്കാളി ആ എണ്ണയിലും സവാളയിലൊക്കെ കിടന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ വെള്ളം ചേർത്തതിന് ശേഷം റൈസ് ചേർത്താലും മതി. അത് രണ്ടും ആദ്യം ഏത് ചേർത്താലും കുഴപ്പമില്ല. നല്ലോണം അതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തക്കാളി ചോറിന് വേണ്ടി ഏറ്റവും നല്ലത് നല്ലോണം പഴുത്ത തക്കാളി എടുക്കുന്നതായിരിക്കും. നമ്മളിവിടെ 3 വലിയ നല്ലോണം പഴുത്ത തക്കാളിയാണ് എടുത്തേക്കുന്നത്. അത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തേക്കുന്നതാണ്. അത്യാവശ്യം നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാവുന്നതാണ്. നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നാരങ്ങ നീരും കൂടെ ചേർക്കുന്നുണ്ട്. പുളി ഒത്തിരി ഇഷ്ടമില്ലാത്തവർക്ക് നാരങ്ങ നീര് ഒഴിവാക്കാവുന്നതാണ്. നമ്മളിവിടെ 1 ടേബിൾ സ്പൂണോളം നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമ്മുടെ തക്കാളിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്തായിരുന്നു. ഇനി നമ്മുടെ റൈസിനൊക്കെ ആവശ്യമുള്ള ഉപ്പ് കുറച്ചുകൂടിയും ചേർക്കുന്നുണ്ട്. 1.5 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 2.5 ടീസ്പൂണോളം ഉപ്പാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എത്ര നേരം ആ നെയ്യിലും എണ്ണയിലും കിടന്ന് വഴറ്റിയെടുക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ തക്കാളി ചോറിന്. അപ്പോൾ നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒന്നെങ്കിൽ റൈസ് ആദ്യമേ ചേർക്കാം, അല്ലെങ്കിൽ വെള്ളം ചേർത്താലും മതി. നമ്മൾ ചൂടുവെള്ളം ചേർക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ അളന്നെടുത്തേക്കുന്ന വെള്ളമാണ് ചേർത്തേക്കുന്നത്. 1 ഗ്ലാസ് റൈസിന് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള എമൗണ്ടിലാണ് നമ്മൾ വെള്ളം എടുത്തേക്കുന്നത്. അത്യാവശ്യം ചെറുതായിട്ട് കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലായിരിക്കും ഈ ഒരു അളവിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. ഇനി നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തേക്കുന്നത് ബസുമതി റൈസാണ്. ജീരകശാല റൈസ് ആണെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഏത് റൈസ് വെച്ചിട്ടായാലും നമുക്ക് തക്കാളി ചോറ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ കുക്കറിലേക്ക് നമ്മൾ ഫുള്ള് റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ടൈമിൽ നമുക്കിതിൻ്റെ ഉപ്പ് നോക്കാവുന്നതാണ്. അപ്പോൾ ഉപ്പ് നോക്കുമ്പോൾ വെള്ളത്തിലുള്ള ഉപ്പ് കുറച്ച് കയറി നിൽക്കണം, എങ്കിലാണ് റൈസിലേക്കൊക്കെ ഉപ്പ് നന്നായിട്ട് പിടിച്ചു വരത്തുള്ളൂ. അപ്പോൾ ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസ് എല്ലാ സൈഡിലേക്കും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് ടൈമോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. 1 വിസിൽ വരുന്ന ടൈം വെയിറ്റ് ചെയ്താൽ മതിയാവും. പിന്നെ അത് പെട്ടെന്ന് തന്നെ തുറക്കേണ്ട കാര്യമില്ല. നമ്മുടെ തക്കാളിച്ചോറ് കഴിക്കാനായിട്ട് ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ലോണം ചൂടൊന്ന് ചെറുതായിട്ട് ആറി, എങ്കിൽ ഒത്തിരി ചൂട് ആറിയിട്ടില്ല, ആ ഒരു ടൈമിൽ കഴിക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ്. നമ്മുടെ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിൻ്റെ ഗ്യാസ് ഫുള്ള് പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യുക. അപ്പോൾ നല്ലോണം കറക്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു തക്കാളിച്ചോറ് റെസിപ്പിയാണ് ഇത്. നമുക്ക് തൈരിൻ്റെ കൂടെയോ വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. റൈസ് ഏത് റൈസായാലും കുഴപ്പമില്ലാതെ നമ്മൾ സാധാരണ ബിരിയാണി റൈസാണ്, ബസുമതി റൈസാണ് നമ്മൾ എടുത്തേക്കുന്നത്. ജീരകശാലയാണെങ്കിൽ കുറച്ചുകൂടി ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. ഇതിലേക്ക് നമുക്ക് പുതിനയില മല്ലിയിലയൊക്കെ ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മല്ലിയിലയും പുതിനയിലയൊക്കെ ഉണ്ടാവണമെന്നില്ല. അതുകൂടി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ തക്കാളിച്ചോറ് റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻസൊക്കെ നമ്മളൊന്ന് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.